കണ്ണൂർ കണ്ണപുരത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു ചുണ്ടയിൽ റിജിത്ത് കൊലക്കേസ്. ക്ഷേത്രത്തിൽ ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് CPM പ്രവർത്തകനായിരുന്ന റിജിത്തിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. 2005 ഒക്ടോബർ 3 നടന്ന സംഭവത്തിൽ 19 വർഷത്തിന് ശേഷം ശിക്ഷാവിധി വന്നിരിക്കുന്നു. കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തമാണ് ശിക്ഷ. പ്രതികൾ 1 ലക്ഷം രൂപ വീതം പിഴയടക്കണമെന്നും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്ന് റിജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. ഒക്ടോബർ 3 നടന്ന കൊലപാതകത്തിൽ 19 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. എല്ലാ പ്രതികൾക്കും ജീവപര്യന്തവും 1 ലക്ഷം രൂപ വീതം പിഴയും. ആകെ 10 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ ഒരാൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 22 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 59 രേഖകളും 50 തൊണ്ടി മുതലും പരിശോധിച്ചു. വിധി വന്നപ്പോൾ നോക്കിക്കാണുന്നത് കുറച്ച് കാലതാമസം ഉണ്ടായി എന്നുള്ളത് കാണുന്നുണ്ട്, പ്രയാസം ഉണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ദശകമായിട്ടൊന്നും കാണുന്നില്ല. വളരെ സന്തോഷം, വളരെ തൃപ്തികരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. റിജിത്ത് അടക്കമുള്ള 5 അംഗ സംഘത്തെ നടന്നു പോകുന്നതിനിടെ RSS പ്രവർത്തകർ പതിയിരുന്ന് ആക്രമിച്ചുവെന്നായിരുന്നു കേസ്. ഗുരുതരമായി പരിക്കേറ്റ റിജിത്ത് കൊല്ലപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന മറ്റു പ്രവർത്തകർക്കും പരിക്കേറ്റു. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. വധശിക്ഷ തന്നെ പ്രതീക്ഷിച്ചു. അവർ പുറത്തു വരാൻ പാടില്ല. അവിടെ നിന്ന് അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ച എല്ലാ അമ്മമാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തിയെടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. എന്നാൽ CPM നൽകിയ ലിസ്റ്റ് പ്രകാരം അന്വേഷണ സംഘം പ്രതികളെ കുടിക്കിയതെന്നാണ് BJPയുടെ ആരോപണം. അന്ന് CPMന്റെ ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് പ്രവർത്തകരെ പ്രതിയാക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പോലീസിനെ സമർപ്പിക്കുന്നത്. CPM 5 വർഷക്കാലം മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരപരാധികളായ ആളുകളെ പേരിലാണ് കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. പ്രതികളെല്ലാവരും കുറ്റക്കാരായി കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പെരിയ കേസിന് പിന്നാലെയാണ് മറ്റൊരു രാഷ്ട്രീയ കൊലപാതക കേസിലും വിധി വരുന്നത്. ന്യൂസ് 18 കണ്ണൂർ.